കേശവനെ സ്വപ്നത്തിൽ ദേവി വന്ന സ്ഥലം കാണിച്ചു കൊടുത്തു. അവിടെ തന്നെ വിഗ്രഹം കണ്ടു. ദേവി കടാക്ഷം അല്ലാതെ എന്ത് പറയാനാ? നമുക്കൊന്ന് പോയി കാണാ സുഭദ്രേ. വേഗം കുടിച്ചു കയറൂ. ദേവി വിഗ്രഹം ഇങ്ങനെ പൊങ്ങി വരെയാണ് അത്ര ഉണ്ടായത്. താൻ കണ്ടോ? ഇല്ല, കണ്ടവർ പറഞ്ഞു. എന്തായാലും അതൊരു അത്ഭുതം തന്നെയല്ലേ. മുമ്പ് അവിടെ ദേവീക്ഷേത്രം ഉണ്ടായിരുന്നു പോലും. ആ കേശവ, സാക്ഷാൽ ഭഗവതിയെ സ്വപ്നം കണ്ട് അരുളപ്പാട് വാങ്ങിയ താൻ ഇന്നു മുതൽ വെറും കേശവനല്ല, കേശവസ്വാമികളാണ്. കേശവസ്വാമികൾ ഇന്നു മുതൽ ഈ ക്ഷേത്രത്തിലെ ശാന്തിക്കാരൻ. അമ്മേ ഭഗവതി ദേവി കാത്തു രക്ഷിക്കണമേ. അവേ മഹാമായി മഹാമായി ഭഗവതി ഭഗവതി. നമുക്കൊരു കാര്യസ്ഥനെ നഷ്ടപ്പെട്ടെങ്കിലും ദേവി പ്രസാദം ഉണ്ടാവുമല്ലോ. അതെ. ദൈവം പൊന്തി വരിക, അത് വിശ്വസിക്കാൻ കുറെ കഴുതകൾ. എല്ലാം കൃഷ്ണനായർ ചെയ്യുന്ന വേല. കൃഷ്ണനായർക്ക് ബുദ്ധിയൊന്നും ഇല്ലെന്നേ, എല്ലാം നമ്പൂതിരിയുടെ വേലയാണ്. ദാമ എപ്പോഴാ ചന്തയിൽ നിന്ന് വരിക? നാളെയോ മറ്റന്നാളോ വരും. ദാമ വന്നാൽ കാണാൻ കളി. അത് തന്നെയാണ് എന്റെയും പേടി. നമുക്കൊരു കാര്യം ചെയ്യാം. നാളത്തെ മീറ്റിംഗില് ഇതിനെപ്പറ്റി കാര്യമായി ആലോചിച്ച് ഒരു തീരുമാനം എടുക്കാം. ശരി. എന്ത് ബന്ധത്തറി കാണിച്ചത്? എടാ കേശു, എടാ ഇവിടെ നീ ആരോട് ചോദിച്ചിട്ടാ ഈ പറമ്പിൽ കയറിയേ? നിന്റെ തന്തയാണ് അറിയാന്നോ ഈ പറമ്പ്? പട്ടികളെ ആരെങ്കിലും ഒരടി മുന്നോട്ട് വെച്ചാൽ നിങ്ങളുടെ കൊന്നുകളിവിടെ കൊന്നുകളി. എന്നോടാരും കളിക്കണ്ട. ഇതുകൊണ്ട് എന്നെ ആരും ഒഴിപ്പിക്കാമെന്ന് വിചാരിക്കണ്ട. എല്ലാത്തിനും ഞാൻ കട്ടോളാടാ. ഒന്നാടാ പട്ടികളെ. മോൻ വിചാരിച്ച പോലെയല്ല, മിടുക്കനാ. വെറുതെ അല്ല തിരുമേനി, ഓരോ കഴിവേറിക്കും 2 ഉറുപ്പ്യ വെച്ചാ കൊടുത്തിരിക്കുന്നത്. അല്ല തിരുമേനി, പറമ്പ് കയ്യേറിയെന്നും പറഞ്ഞ് ദാമു പോലീസിൽ പരാതിപ്പെട്ടാലോ? ആ സ്ഥലം കൃഷ്ണന്റെതായിരുന്നെന്നും ക്ഷേത്രം പണിയാൻ വേണ്ടി പൊതുജനങ്ങൾക്ക് വിട്ടുകൊടുത്താണെന്നും പറഞ്ഞ് ഒരു കേസ് അങ്ങോട്ട് കൊടുക്കണം. അല്ല, അതൊന്നും വേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ബാക്കി കാര്യം പൊതുജനങ്ങൾ ഏറ്റെടുത്തോളും.
തിരുമേനി, കള്ളി പുറത്തായാൽ തല കാണില്ല. കൃഷ്ണൻ ഇത്ര ശുദ്ധനായി പോയല്ലോ. നാട്ടുകാരെന്ന് പറഞ്ഞാലേ നമ്മളൊക്കെ തന്നെയാ. എല്ലാം ഭംഗിയായില്ലേ? അസലായി. നിങ്ങൾ പോന്നേ. ഞങ്ങൾക്ക് ജാതിയിൽ നിൽക്കാൻ പറ്റുമോ? പിറകിൽ നിന്നുള്ള പിന്തുണയല്ലേ പാർട്ടിക്ക് ചെയ്യാൻ കഴിയൂ. അതല്ലോ പറയുന്നല്ലേ പിന്തുണയ്ക്കാൻ പറ്റൂ. ഇനിയിപ്പോ അതൊന്നും പോരാ, മുമ്പിൽ തന്നെ പിന്തുണയ്ക്കണം. ഞങ്ങളുടെ വിഷമം കൂടി തിരുമേനി മനസ്സിലാക്കണം. വിഷമം നോൻ തീർത്തു തരാം. ഒരു സംഘടന ഉണ്ടാക്കണം. ദേവീക്ഷേത്ര ജീർണോദ്ധാരണ കമ്മിറ്റി എന്നോ മറ്റോ കഴിച്ചാ പൊട്ടാത്ത ഒരു പേരിടണം. വേലപ്പൻ അതിന്റെ പ്രസിഡന്റ് ആവണം. അത് കൊള്ളാം. പക്ഷേ ക്ഷേത്ര ജീർണോദ്ധാരണം എന്ന് വെച്ചാൽ മുൻപ് അവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നിരിക്കണമല്ലോ. അത് നേരാണല്ലോ. എന്റെ ബാല്യകാലത്ത് അവിടെ ജീർണിച്ച ഒരു ദേവീക്ഷേത്രം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് ഓർമ്മയുണ്ട്. ഉള്ളതായിരുന്നു തിരുമേനി. എന്റെ കൃഷ്ണ, ഉണ്ടായിരുന്നതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. തിരുമേനി പറഞ്ഞാൽ അത് സത്യമാവാനേ വഴിയുള്ളൂ. ഞാനൊരു സത്യക്രിസ്ത്യാനിയാ. എങ്കിലും മാഷോടായതുകൊണ്ട് ചോദിക്കുക, എങ്ങനെയാ മാഷേ ദാമുവിന്റെ പുരയിടത്തിൽ ദേവീ വിഗ്രഹം പൊങ്ങി? അതിന് ഇജ്ജെന്തിനാ പാലാലെ ഞമ്മളെ മുഖത്ത് നോക്കണത്? ഈ മാതിരി കുഴപ്പം പിടിച്ച ചോദ്യങ്ങളൊന്നും നമ്മളോട് ചോദിക്കരുത്. മോന് വീടുണ്ടാക്കണം എന്ന് പറഞ്ഞ കൃഷ്ണനായർ ദാമുവിനെ അവിടെ നിന്ന് ഒഴിപ്പിക്കാൻ നോക്കിയേ. ഇപ്പൊ അവിടെ വരാൻ പോകുന്നത് എന്തുവാ? ക്ഷേത്രമാ. ഒഴിപ്പിക്കണമെന്ന് തോന്നിയാൽ എന്ത് കാരണമാ പറഞ്ഞുകൂടാത്തത്? കൃഷ്ണനായർ മോൻ വരുന്നുണ്ടെന്ന് കേട്ട് ഓൻ വന്നാ വല്ല കുഴപ്പം ഉണ്ടാക്കുവോ? ഓൻ വലിയ മെഡലെല്ലാം വാങ്ങിയ ആളാണെന്ന് കേട്ടല്ലോ മാഷെ. വിശിഷ്ട സേവാ മെഡൽ. ആ, യുദ്ധത്തിന് കുറെ ആളുകളെ കൊന്നതായിരിക്കും അല്ല മാഷെ? യുദ്ധത്തിന് കുറെ ആളുകളെ കൊന്നാലേ സർക്കാർ ഓർക്ക് മെഡൽ കൊടുത്തു. നമ്മളിവിടെ ഒരാളെ കൊന്നിരിക്കുകയാണെങ്കിൽ ഓർ തൂക്കൊല്ലാതിരിക്കുകയും ചെയ്യാം. അതിന്റെ ഇക്കുമത്താ നമുക്ക് പിടികിട്ടാത്തത്. ആയിരക്കണക്കിന് തൊഴിലാളികൾ എന്റെ പിന്നിൽ അണിനിരക്കും. എവിടെ പോയി അവരെല്ലാം? ഇലക്ഷൻ ഒന്ന് കഴിഞ്ഞോട്ടെ. മുളങ്കാട, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എനിക്ക് നിങ്ങളുടെ ആരുടെയും സഹായം ആവശ്യമില്ല. ഞാൻ ഒറ്റയ്ക്ക് മതി. ദാമു പാർട്ടിയുടെ പിന്തുണ രഹസ്യമായി ദാമുവിനുണ്ട്. താനും തന്റെ ഒരു പാർട്ടി മേലാൽ എന്റെ അടുത്ത് നിന്ന് തന്റെ പാർട്ടിയുടെ കാര്യം ശബ്ദിച്ചു പോരും. എന്തിനാ മുളങ്കാടനോട് ദേഷ്യപ്പെടുന്നത്? ദാമു, നിങ്ങൾക്ക് വേണ്ടി പാർട്ടിയിൽ നിന്ന് രാജിവെക്കാൻ പോലും ഞാൻ ഒരുങ്ങിയത്. പക്ഷേ എന്റെയും കൂടെ ചോരയും നീരും കൊടുത്ത് വളർത്തിയതാണ് ഈ പാർട്ടി. തന്റെ ചോരയും നീരും ഇവിടെ ഒരു പട്ടിക്കും വേണ്ടത്. കേശവ, അയ്യോ തിരുമേനി, തിരുവള്ളക്കേട് തോന്നരുത്. കേശവനല്ല, കേശവ സ്വാമിയാ. നിന്നെ ഞാൻ സ്വാമിന്ന് വിളിക്കേ. തിരുമേനിയല്ലേ പറഞ്ഞ സ്വപ്നം കണ്ടെന്ന് ഇനി വലിയ സ്വാമിയാണ്. സത്യത്തിൽ നീ സ്വപ്നം കണ്ടോ? ഇല്ല, തിരുമേനി പറഞ്ഞു, ഞാൻ വിശ്വസിച്ചു. നീ സ്വപ്നം കണ്ടിട്ടില്ല. നീ സ്വപ്നം കണ്ടെന്ന് ഞാനാ പറഞ്ഞത്. അതെ, നാട്ടുകാരെ പറ്റിക്കാനാ, എന്നെ പറ്റിക്കാനല്ല. മനസ്സിലായോ? തിരുമേനി കൃഷ്ണനായർ വരുന്നുണ്ട്. കേശവസ്വാമി, ഓ. ആ ചെല്ല ഉള്ളിടത്ത് വെച്ചേക്കൂ. ആ കൃഷ്ണ, നീ അടുത്ത പടിയിലേക്ക് നീങ്ങണം. എന്താണാവോ? ദാമുവായിട്ട് ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാക്കണം. അയ്യോ തിരുമേനി, കഴിഞ്ഞ ഏറ്റുമുട്ടലിന്റെ ക്ഷീണം എപ്പോഴും മാറിയില്ല. ഉഴിച്ചലും പിഴിച്ചലും ഒരുപാട് പണം ചെലവായി. ചിലവായി വരിക്കല്ലേ, തനിക്കാണോ? പക്ഷെ കഴുത്ത് എന്റെ അല്ലേ? കോശവാ, ആനക്കരുത്തിനിടയില്ല ചേടക്കാര്യം. കൃഷ്ണന്റെ മകൻ എന്നാ വരിക? അടുത്ത ആഴ്ച വരും. അവൻ വരുന്നതിന് മുമ്പ് എല്ലാം ശരിപ്പെടുത്തണം. ഇത്തവണ അവൻ വരുന്നത് കല്യാണം കഴിക്കാനാ. അതിനു മുമ്പ് ഇതെല്ലാം ഒതുക്കി തീർക്കണം. ഈ പ്രശ്നം അവന്റെ വിവാഹത്തിന് തടസ്സമായി നിൽക്കരുത്. പെണ്ണുകാണലൊക്കെ കഴിഞ്ഞോ? ഒന്ന് രണ്ടിടങ്ങളിൽ നോക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ അവൻ കൂടി കണ്ടിട്ട് വേണമല്ലോ തീരുമാനിക്കാൻ. പെണ്ണ് നന്നാവണം. കാരണം പെണ്ണ് നന്നായാലേ അവൻ നന്നാവും. നമസ്കാരം സ്വാമി. സ്വാമി എന്റെ കൂടെ ഒന്ന് വരണം. സ്വാമി എന്നെ ഒന്ന് സഹായിക്കണം. അല്ല, സൂക്ഷിച്ചില്ല, വന്നോളൂ.
സ്വാമി 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 ഇനി ആൽത്തറയിലൊന്നും പോയിരിക്കണ്ട, ഇവിടെ ഇരുന്നാ മതി. 3 നേരം സുഭിക്ഷമായ ഭക്ഷണം, അതിന് പുറമെ ദക്ഷിണയും കിട്ടും. സത്യം പറയാം സ്വാമി, എനിക്ക് ഈ പണി ചെയ്ത് മടുത്തു. സ്വാമിക്കാണ് മുഷില് വരില്ല, കാരണം സ്ഥിരം തൊഴിലാണല്ലോ. എല്ലാ ഏർപ്പാടുകളും ചെയ്തു കഴിഞ്ഞു. ഒന്ന് ഓർക്കണം, തുടക്കേ ആയിട്ടുള്ളൂ. നല്ലോണം ആലോചിച്ചിട്ട് വേണം ചെയ്യാൻ. ഫണ്ട് വലുതും പിരിക്കുന്നുണ്ടോ? അത്യാവശ്യത്തിന്. നമ്മുടെ കാര്യം ഓർമ്മയുണ്ടല്ലോ. അത് പിന്നെ പറയാനുണ്ടോ? കൃഷ അറിയണ്ട. വേഗം നോക്കൂ. തിരുമേനിയോട് എനിക്കൊരു സംശയം ചോദിക്കാനുണ്ടായിരുന്നു. ദാമു ഒഴിഞ്ഞാലും കൃഷ്ണൻ നായർക്ക് സ്വത്ത് നഷ്ടപ്പെട്ടു തന്നെയല്ലേ? അവിടെ ക്ഷേത്രം പണിതാൽ അത് പൊതുസ്വത്തായില്ലേ? അവിടെ ക്ഷേത്രം പണിയില്ല. ക്ഷേത്രം പണിയാൻ സമയമാവുമ്പോഴ് ജ്യോത്സ്യന്മാര് പ്രശ്നം വെച്ച് പറയും ആ സ്ഥലത്ത് ക്ഷേത്രം പണിയാൻ കൊള്ളില്ല എന്ന്. അപ്പൊ നോം വേറെ സ്ഥലം കൊടുക്കും. എവിടാണെന്നോ? നമ്മുടെ മൊട്ടപ്പറമ്പ്. തിരുമേനിയുടെ ഭൂമി ദാനം ചെയ്യുന്നു. ഓഹോ, എന്റെ വേലപ്പാ, ദാനം ബ്രാഹ്മണനല്ല ചെയ്യണത്, മറ്റുള്ളവരാ. കൃഷ്ണൻ എന്റെ ഭൂമി വിലയ്ക്ക് വാങ്ങി ദാനം ചെയ്യും. അവരെ കൃഷ്ണൻ പാവം തരും. ഒറ്റ വെടിക്ക് 2 പഠിക്കും. കൊള്ളാതെ തിരുമേനി. പോലെ അങ്ങോട്ട് കൊടുക്കും. അതെല്ലാം അവിടെ നിന്നോട്ടെ, അതെല്ലാം അവിടെ നിന്നോട്ടെ. അവിടെ നിന്നോട്ടെ. കയറുന്ന ഇതൊന്ന് നേരെ കെട്ടണം. അങ്ങോട്ട് താഴ്ത്തി വെച്ചിട്ട് അങ്ങോട്ട് കിട്ടണോ? അവിടെ പിടിച്ചോ. കുറച്ചിറങ്ങി വെക്കാൻ. ഒന്ന് സ്ഥലം കൂടി. കുറച്ചിങ്ങോട്ട് നീക്കി അങ്ങോട്ട് തിരിച്ചു കേട്ട്. ആരോട് ചോദിച്ചിട്ടാണ് ഇതെടുത്തിന്റെ തെങ്ങിക്കെട്ടിയത്? സമാധാന പ്രേമികളാണ് നമ്മൾ സമാധാനം. അങ്ങനെ പോകരുത്. ഞങ്ങളുടെ ശവത്തെ ചവിട്ടിയാണ് മുന്നോട്ട് പോവാൻ. ദേവി ഭഗവതി അമ്മേ കാത്തു രക്ഷിക്കണമേ. ദേവി ഭഗവതി അമ്മേ കാത്തു രക്ഷിക്കണമേ. ദേവി രക്ഷിക്കണേ. ദേവി